ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സോറൻ മിലാനോവിച്ച്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലെൻകോവിച്ച് എന്നിവരുമായി പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. സന്ദർശനവേളയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃഷി, വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ മേഖലകളിലെ പ്രധാന കരാറുകളിൽ ഇന്ത്യയും ക്രൊയേഷ്യയും ഒപ്പുവച്ചു. യൂറോപ്പിലായാലും ഏഷ്യയിലായാലും യുദ്ധക്കളത്തിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെന്ന് ചർച്ചയിൽ സമകാലിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരു നേതാക്കളും വ്യക്തമാക്കി. സംഭാഷണവും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള പോംവഴിയെന്നും ഇരുവരും പ്രസ്താവിച്ചു. ഭീകരത മാനവികതയുടെ ശത്രുവാണെന്നും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി, വിവര സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. കപ്പൽ നിർമ്മാണത്തിലും സൈബർ സുരക്ഷയിലും സഹകരണം ശക്തിപ്പെടുത്തും. ഇന്നലെ വൈകിട്ടോടെ ക്രൊയേഷ്യയിലെ സാഗ്രബ് വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. വിവിധ കലാപരിപാടികളും അദ്ദേഹം വീക്ഷിച്ചു. സൈപ്രസ് സന്ദർശനം കാനഡയിലെ G7 ഉച്ചകോടിയിലും പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെത്തിയത്.